ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ വെച്ചിട്ടുള്ളൊരു കിഡ്ലൻ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മൾ പൊട്ടറ്റോ വെച്ചിട്ട് പല ഐറ്റംസും ഇപ്പോൾ ആലു പറാട്ട അങ്ങനെ ഒത്തിരി ഐറ്റംസ് കണ്ടിട്ടുണ്ടാവും. ഇത് ആലു പറാട്ട പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസമുണ്ട്. സ്ഥിരമായി നമ്മൾ പുട്ട്, ദോശ ഇതൊക്കെയുള്ളൂ കഴിക്കുന്നത്. അപ്പോൾ ശരിക്കും വ്യത്യസ്തമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണിത്. പൊട്ടറ്റോ വേണം, കുറച്ച് ഗോതമ്പ് പൊടി വേണം. വളരെ ഹെൽത്തിയാണ്. നമ്മൾ ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യണത്, മൈദപ്പൊടിയല്ല. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 പൊട്ടറ്റോ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കുക്കറിൽ പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമ്മളൊന്ന് ഉടച്ചെടുക്കണം. ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അത്യാവശ്യം നന്നായിട്ട് വേവായി കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് തന്നെ പൊടിക്കാൻ പറ്റും. ഇതിൽ മറ്റ് പൊടികളെക്കാളും കൂടുതൽ ഉണ്ടാവേണ്ടത് പൊട്ടറ്റോ ആണ്. എത്ര കൂടുതൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ പൊട്ടറ്റോ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. കൈ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ. ശരിക്കും ചിലരൊക്കെ ഇത് മൈദപ്പൊടിയിൽ ചെയ്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയിലാണ്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒരു ഏകദേശം വെച്ചിട്ട് എടുത്താൽ മതി. പിന്നെ വെളുത്തുള്ളി ചതച്ചതാണ്. കുരുമുളക് പൊടിയാണ്. സാധാരണ ആലു പറാട്ടയിൽ അങ്ങനെ ഇട്ട് കണ്ടിട്ടില്ല. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. നമുക്കിതിലേക്ക് കറിയൊന്നും ആവശ്യമില്ല. പിന്നെ ഉപ്പ്, മുളക് പൊടി ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. പിന്നെ ഞാൻ ഇടുന്നത് ഗോതമ്പ് പൊടിയാണ്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് എത്ര വേണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണേ ഇടുന്നുള്ളൂ. ഇനി ഇതൊന്ന് കുഴച്ചെടുക്കുക. ഇത് കുഴയ്ക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ചപ്പാത്തി പോലെയൊക്കെ പരത്തിയെടുക്കാവുന്ന രീതിയിൽ എപ്പോഴാണോ ആവുന്നത് അതുവരെ നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കുക. അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. കുറവ് വന്ന് തോന്നിയാൽ നമ്മൾ ഒന്ന് മാവ് ലൂസായിരിക്കുന്നു തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം, ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. മാക്സിമം ഗോതമ്പ് പൊടി തന്നെ ആക്കാൻ നോക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കണം. വെളുത്തുള്ളി നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കാരണം പരത്തുന്ന സമയത്തൊന്നും അതുകൊണ്ടൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവരുത്. ഇനി നമ്മളിത് ബോൾസ് ആക്കി എടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത്രയും എടുത്തപ്പോൾ എനിക്ക് ഒരു ഏകദേശം 6 ബോൾസാണുള്ളത്. ഒരേ വലുപ്പത്തിലുള്ള ബോളാക്കി എടുക്കാൻ നോക്കുക. എന്നിട്ട് ഗോതമ്പ് പൊടി ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ ചപ്പാത്തി പോലെ തന്നെ അത്ര തന്നെ കനം കുറച്ചിട്ട് നമ്മൾ പരത്തുന്നില്ല. ആലു പറാത്ത കുറച്ചുകൂടി കട്ടിയിലുള്ളതായിരിക്കും. ഇത് ടിപ്പിക്കൽ ആലു പറാത്ത അല്ല. കാരണം മുളക് പൊടി, കുരുമുളക് പൊടി അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ആലു പറാത്തയ്ക്ക് ഇല്ലാത്തത് ഇതിലുണ്ട്. അപ്പോൾ ടിപ്പിക്കൽ ഒരു ആലു പറാട്ടയല്ല. ഞാനിപ്പോൾ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഷേപ്പിൽ തന്നെയാണുള്ളത്. എന്നാൽ പോലും വെറുതെ ഫോട്ടോയിലൊക്കെ ഒരു ഇത് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പാത്രം വെച്ച് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടതാണ് പരത്തുമ്പോൾ അത് കറക്റ്റ് ഷേപ്പിലൊക്കെ തന്നെയാണുള്ളത്. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഡോ കുഴയ്ക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ കാഴ്ചയിലൊരു ഇത് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്രയും കട്ടിയാണ് വേണ്ടത്. മുകളിൽ എള്ളിട്ടതിന് ശേഷം കുഴൽ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തി കുഴൽ വെച്ചിട്ട് ഒന്നങ്ങ് പരത്തി കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടി ഇരുന്നോളൂ. ഇനിയിപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഓയിലൊന്നും യൂസ് ചെയ്യാത്തൊരു സംഭവമാണിത്. ഒരുപാട് ഓയിലൊന്നും നമ്മളിതിൽ യൂസ് ചെയ്യണില്ല. കുട്ടികളെ സംബന്ധിച്ച് എപ്പോഴും വെറൈറ്റി ആണല്ലോ വേണ്ടത്. അപ്പോൾ അവർക്ക് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് എള്ള് ഇട്ട് കൊടുത്തത്. എള്ള് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. മല്ലിച്ചപ്പൊക്കെ ശരിക്കും ഇതിൽ നല്ലൊരു ടേസ്റ്റാണ്. കാരണം വെളുത്തുള്ളി, മല്ലിച്ചപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ ഉള്ളത് കാരണം
ഇങ്ങനെ വട്ടത്തിലും മുറിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ വെറുതെ ഒന്ന് ചെയ്തു എന്നേ ഉള്ളൂ. ശരിക്കും നമ്മൾ പരത്തുമ്പോൾ തന്നെ അങ്ങനെ വരും. കറക്റ്റ് റൗണ്ടൊന്നും അല്ലെങ്കിലും ഏകദേശമൊക്കെ അങ്ങനെ വരും. എള്ള് ഇട്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, അവിടെ ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ജസ്റ്റ് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഓയിൽ ഒഴിക്കരുത്. നമ്മൾ ദോശയൊക്കെ ഉള്ളതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ചപ്പാത്തി ചുടുന്നത് പോലെ തന്നെയാണ് ചുടുന്നത്. ഒരുപാട് സമയം വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊട്ടാറ്റോ നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടുള്ളതാണ്. പിന്നെ ഗോതമ്പ് പൊടി, അരിപ്പൊടിയാണുള്ളത്. ഇനി അരിപ്പൊടി വേണ്ട എങ്കിൽ അരിപ്പൊടി ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ് ഗോതമ്പ് പൊടി ആക്കുകയും ചെയ്യാം. പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് എടുക്കാം. ഒരുപാട് ഓയിൽ പിന്നെ നമ്മളിതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. കാരണം നമ്മൾ പൊട്ടാറ്റോ ആണല്ലോ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുകൊണ്ടാണ്. അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുമിളകൾ വരും. നമ്മൾ കരിയാതെ നോക്കുക. ഇപ്പോൾ കണ്ട ഒരു സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി അപ്പുറത്തെ സൈഡും കൂടി വെന്താലും ഓക്കെ ആയി. ചപ്പാത്തിനേക്കാളും കുറച്ചൊന്ന് കട്ടിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. എന്നാൽ ഒരുപാട് കട്ടി ഉണ്ടാവും ചെയ്യരുത്. ഏകദേശം നമ്മുടെ ബട്ടൂരേൻ്റെ ഒക്കെ ആ ഒരു കട്ടിയിലാണ് ഉണ്ടാവേണ്ടത്. ഒരുപാട് സമയമൊന്നും എടുക്കുന്നില്ല ശരിക്കും ഇത് വേവാൻ. നമ്മൾ പൊറോട്ട പോലെയൊന്നും സമയം എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആവും. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിടുക. തീരെ സിമ്മിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡിഷ് ഒന്ന് ഹാർഡായി പോവും. നല്ല ഹൈ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ പുറം ഭാഗമൊക്കെ കരിഞ്ഞിട്ട് അകത്ത് വേവാതെയും വരും. കുറച്ച് ഓയിൽ വേണമെന്നേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ഓയിലായി പോവരുത്. ഞാനിപ്പോൾ ഈ രണ്ടാമത്തെ എണ്ണ ഇട്ടപ്പോൾ പാനിൽ ഓയിലാക്കി കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ചാക്കി കൊടുത്തത്. ഇനിയിപ്പോൾ ഒട്ടും ഓയിലില്ലാതെയും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ആകുമ്പോൾ ശരിക്കും നമുക്ക് ഓയിലൊന്നും വേണമെന്നില്ല. ചെറിയൊരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ പൊള്ളയായിട്ട് വരും, കുമിളയായിട്ട് വരും. ആ സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കുക. ശരിക്കും ഇതിലേക്ക് ഒരു കറിയും വേണമെന്നില്ല. വെറുതെ അങ്ങനെ മടക്കിയിട്ട് കൊടുത്താൽ കുട്ടികളൊക്കെ അങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ കഴിച്ചോളും. എള്ളുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മുളക്, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം ഇടും. അതുപോലെ തന്നെ അതെല്ലാം ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ദോശ, പുട്ട്, ഇഡ്ഡലി അങ്ങനെ തന്നെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ട്രൈ ആവുന്നൊരു ഐറ്റമാണ്. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. എള്ള് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ചിലർക്ക് എള്ള് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഏകദേശം എല്ലാം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു പലഹാരമാണത്. ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കും ഇഷ്ടമാവും. ഇതുപോലെ കണ്ടോ, ഇങ്ങനെ മടക്കി ചുരുട്ടിയൊക്കെ എടുക്കാൻ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിന് മുമ്പേ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. വീണ്ടും കാണുന്നവരെ താങ്ക് യു.